ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി സദാർ ബസാറിലാണ്. വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ സദർ ബസാറിലെ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. കണ്ടോ, അതാ കൊച്ചു പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ, പിന്നെ ലേഡീസിൻ്റെ ഫുട്വെയർസ്, അങ്ങനെ എല്ലാം ആവശ്യം പോലുണ്ട്. നല്ല എത്ര സുന്ദരമായിട്ടുള്ള ചെരുപ്പുകളൊക്കെ കിടക്കുന്നത് നോക്ക്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വിലയൊന്നും ഇല്ല കേട്ടോ. ഒരു 160, 180 ആ റേഞ്ചൊക്കെയാണ് ചെരുപ്പിൻ്റെ വില. പിന്നെ ട്രാഫിക്ക്, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഡൽഹിയിൽ ഈവനിങ് ടൈമിലും രാവിലെ ഓഫീസ് ടൈമിലും എല്ലാം ഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക് എന്ന് വെച്ചാൽ അത്രയും ട്രാഫിക്ക്. പിന്നെ ഈ സൈഡിലെല്ലാം ആവശ്യം പോലെ കടകൾ, ഇങ്ങനെ കടയെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഫുട്പാത്ത് പോലെ എല്ലാം ഇതാ വളകൾ, ലേഡീസിൻ്റെ ഐറ്റമാണ് കൂടുതൽ. പിന്നെ കൊച്ചു പിള്ളേരുടെ ഇതാ കാറ്, അത് ഇത്, പിന്നെ ഹോം തിയേറ്റേഴ്സ് എല്ലാം നല്ലോണം ചെക്ക് ചെയ്ത് വാങ്ങിക്കണം. നല്ല വിലക്കുറവൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം നല്ല പുതിയ മോഡൽ സാധനങ്ങൾ. പക്ഷേ സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പിയും എല്ലാം ആവശ്യം പോലുണ്ട്. അതുകൊണ്ട് നോക്കിയൊക്കെ വാങ്ങിക്കണം. പിന്നെ തുണിക്കെല്ലാം നല്ല വിലക്കുറവാണ് കേട്ടോ. തുണികൾക്കെല്ലാം ആവശ്യം പോലെ വിലക്കുറവുണ്ട്. ഈവനിങ് ടൈമിൽ ഇപ്പം തണുപ്പും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫാമിലിയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ഇറങ്ങുവാണ്. ആ സമയമാണിത്. പിന്നെ കണ്ടോ, ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം സൈഡിൽ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന കടകളെല്ലാം ഉണ്ട്. അവിടെ സൈഡിൽ തന്നെ ഫുഡ് സ്ട്രീറ്റ് പോലെ അവിടെ സൈഡിൽ തന്നെ നിന്ന് എല്ലാവരും കഴിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കണ്ടോ, എല്ലാവരും സൈഡിൽ നിന്ന് ഉള്ള ഫുഡുകളെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ റിപ്പയർ ഷോപ്സൊക്കെ ഇവിടെ മുക്കിന് അടുപ്പിച്ച് കടകളാണ്. ആവശ്യം പോലെ മൊബൈൽ റിപ്പയർ ഷോപ്സ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ യൂണിഫോംസ് ഉണ്ടോ, സേനാ വിഭാഗങ്ങളുടെ CASF, ആർമി, നേവി എല്ലാത്തിൻ്റെയും യൂണിഫോംസ് എല്ലാം ഇവിടെ ആവശ്യം പോലെ അവൈലബിൾ ആണ്. കാരണം ഇവിടെ എല്ലാം സേനാ വിഭാഗങ്ങൾ ആവശ്യം പോലെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ സൈഡിലെല്ലാം നല്ല ഫ്രൂട്ട്സിൻ്റെ സ്റ്റോള്, ഏതാണ്ട് ഹോളിയായിട്ട് ഇവിടെ കളറെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ ഈ സദർ ബസാറിൻ്റെ അർത്ഥം, സദർ എന്ന് വെച്ചാൽ ഒരു അറബിക് വേർഡാണ്. സദർ എന്ന് വെച്ചാൽ സെൻറ്റർ, മെയിൻ, അങ്ങനെയൊക്കെയുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. പിന്നെ തുണി വാങ്ങിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ഒക്കെ നിന്ന് വാങ്ങിച്ചോണം. അല്ലെങ്കിൽ നമ്മൾ തുണി വാങ്ങിക്കാൻ വന്ന് നമ്മുടെ പേഴ്സ് പിന്നെ കാണാൻ കിട്ടത്തില്ല. ചെറിയ രീതിയിലൊക്കെ മോഷണം ഒക്കെ ഉണ്ട്, എങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ട്രീറ്റ് ഫുഡ് സൈഡിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ കഴിക്കാനായിട്ട് വന്ന് നിൽക്കുന്നു. പിന്നെ ഡൽഹി പോലീസിൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. ഡൽഹി പോലീസിൻ്റെ വണ്ടി മിക്കപ്പോഴും ഒരു സ്വീറ്റ്സ് കടയാണ്. ഇന്നലെ സെയിം ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഈവനിങ് ടൈം പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ സൈക്ലിങ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഈ സമയത്ത് എല്ലാവരും കുറേ ആളുകളൊക്കെ ഇതുവഴി പോകാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ഏഷ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലായാലും ഇവിടെ തന്നെ. പിന്നെ ഈ റിക്ഷകൾ, അതിവിടെ മെയിനായിട്ടുള്ള സംഭവം. നമുക്ക് അധികം ദൂരം ഒന്നും പോകാനില്ലെങ്കിൽ ഈ റിക്ഷ ഉപയോഗിച്ചാൽ മതി. വലിയ ചാർജും ഇല്ല. 10 രൂപ, 20 രൂപ അതൊക്കെയുള്ളൂ ചാർജ്. ഇപ്പം ഞാൻ പിന്നെ സബ്ജി മണ്ടിയുടെ അകത്തോട്ട്, സൈഡിൽ സബ്ജി മണ്ടി ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറിയപ്പോഴത്തേക്ക് ഇവിടെ ആവശ്യത്തിന് സബ്ജി മണ്ടി എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് നമുക്ക് ഇവിടെ സദറിൽ. അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്, വിലക്കുറവൊന്നും ഇല്ല, വലിയ നല്ല വിലയൊക്കെ തന്നെ. അങ്ങനെ സബ്ജി വണ്ടിയിൽ നിന്നെല്ലാം ഞാൻ പുറത്ത് ഇറങ്ങി പിന്നെയും ആ വഴി കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം
എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡൽഹിയിലെ വീഡിയോസൊക്കെ ഇനിയും നമ്മൾ ഇടുന്നതാണ്. ഓക്കെ.